Let's go back to the Garden of Eden. നമുക്ക് ഏദൻ തോട്ടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. In the Garden of Eden, when God created man, ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ there was fullness of everything. എല്ലാത്തിനും അവർക്ക് ആവശ്യമുള്ള എല്ലാം അവിടെ ഉണ്ടായിരുന്നു. Every day they had fellowship with God. ദൈവമായിട്ട് അവർക്ക് എല്ലാ ദിവസവും അവർക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. They wanted to eat. അവർക്ക് ഭക്ഷണം കഴിക്കാമായിരുന്നു. Food is there. അവർക്ക് അതിനുള്ള ആഹാരമുണ്ട്. They wanted to drink. അവർക്ക് കുടിക്കണമെങ്കിൽ that the water is there. അവർക്ക് വെള്ളമുണ്ട്. Joy and happiness. അവർക്ക് എല്ലാ സന്തോഷവും സമാധാനമുണ്ട്. Fullness of everything. എല്ലാത്തിന്റെയും പരിപൂർണത അവിടെ ഉണ്ടായിരുന്നു. No division. അവിടെ ഒരു വിഭാഗീയത ഇല്ലായിരുന്നു. Perfect unity. എല്ലാം ഒരുമയോടെ ആയിരുന്നു. Adam and Eve walked together. ആദവും ഹവ്വയും ഒരുമിച്ച് നടന്നു. As the day of their wedding. അവരുടെ വിവാഹ ദിവസം പോലെ. You know, on the day of wedding, the husband and wife, they would hold their hands together, walk joyfully. വിവാഹ ദിവസം ഭാര്യയും ഭർത്താവും അവരുടെ കൈകൾ പിടിച്ച് ഒരു സന്തോഷത്തോടെ നടക്കും. And we see that picture, we will be jealous of them. നാം ആ പിക്ചർ കാണുമ്പോൾ നമുക്ക് അവരുടെ പക്ഷേ അസൂയ തോന്നാം. What a wonderful love. എത്ര മനോഹരമായ സ്നേഹം. That is how Adam and Eve walked in the Garden of Eden. അങ്ങനെയായിരുന്നു ഏദൻ തോട്ടത്തിൽ ആദാവും ഹവ്വയും അവർ ജീവിച്ചിരുന്നത്. There was no division. അവർക്ക് ഒരു വ്യത്യാസവുമില്ലായിരുന്നു. No division. അവരുടെ ഒരു വിഭാഗീയത ഇല്ലായിരുന്നു. Fullness of joy. സന്തോഷത്തിന്റെ പരിപൂർണത. Fullness of happiness. സന്തോഷത്തിന്റെ പരിപൂർണത. Fullness of everything. എല്ലാത്തിന്റെയും പരിപൂർണത. But one day, പക്ഷേ ഒരു ദിവസം devil came. അവിടെ സാത്താൻ കടന്നു വന്നു. The destroyer came. നശിപ്പിക്കുന്നവൻ കടന്നു വന്നു. The Bible says the devil comes to steal, kill and destroy. ദൈവവചനം പറയുന്നു സാത്താൻ കടന്നു വരുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനുമാകുന്നു. He didn't like their happiness. അവരുടെ സന്തോഷം അവൻ ഇഷ്ടപ്പെട്ടില്ല. He didn't want them to walk together. അവരെ ഒന്നിച്ച് നടക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. He didn't want them to walk with God. അവരെ ദൈവത്തോടു കൂടെ നടക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. He was so jealous of what was going on in the Garden of Eden. ഏദൻ തോട്ടത്തിൽ നിന്ന് നടന്നോ അത് കണ്ടപ്പോൾ അവന് വളരെയധികം അസൂയ തോന്നി. So he came with his crafty words. അവന്റെ ക്രാഫ്റ്റി ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് അവൻ അവിടെ കടന്നു വന്നു. Did God really say that? ദൈവം യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞോ? Did he say that? യഥാർത്ഥത്തിൽ ദൈവം അങ്ങനെ പറഞ്ഞോ? You don't have to do that. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. You can also do like this. നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. Instead of listening to Almighty God and submitting to Him, man listened to this destroyer. വലിയവനായ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം ഈ നശീകരണകാരിയുടെ വാക്കുകൾ അവർ കേട്ടു. To make things short, man sinned and fall short of the glory of God. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ പാപം ചെയ്യുകയും ദൈവ തേജസ് അവന് നഷ്ടപ്പെടുകയും ചെയ്തു. His fellowship with God was gone. ദൈവവുമായിട്ടുള്ള അവന്റെ കൂട്ടായ്മ അവന് നഷ്ടപ്പെട്ടു. The moment his fellowship was gone, his joy and happiness, everything has gone. ദൈവമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ ജീവിതത്തിലുള്ള എല്ലാ സന്തോഷവും അവന് നഷ്ടപ്പെട്ടു. Friends, brothers and sisters, if we truly examine our life, most of the reason that we are depressed, we are not enjoying the life that God has given us because we don't enjoy the fellowship with God. നമ്മുടെ ജീവിതത്തിൽ നാം പ്രയാസത്തിൽ കൂടെ സമാധാനമില്ലാത്ത അവസ്ഥയിൽ കൂടെ എല്ലാം കടന്നു പോകുന്നതിന് പകരം നാം ദൈവ കൂട്ടായ്മ നാം അനുഭവിക്കാത്തത് കൊണ്ടാകുന്നു. It is not riches, it is not education, it's not anything of this world. It is the fellowship with the living God that gives us joy and happiness in our life. സന്തോഷം നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സമ്പത്തോ ഒന്നുമല്ല നമുക്ക് സന്തോഷം നൽകുന്നത് അത് ദൈവമായുള്ള കൂട്ടായ്മയാകുന്നു. The moment we get out of that fellowship and try to do with our own imagination, we are heading towards destruction. ആ ദൈവ കൂട്ടായ്മയിൽ നിന്ന് നാം അകന്നുപോയി ഈ ലോകത്തിന് പുറകെ ഓടുമ്പോൾ നാം നാശത്തിലേക്ക് നാം കടന്നു പോകും. The moment we begin to take things in our own hands and try to do things in our own way, I want to tell you we are heading towards destruction. കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ എടുക്കുകയും നമ്മുടേതായ രീതിയിൽ നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ നാം നാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. That's why the Bible says the devil there is a way that seems right in the eyes of men, but the end of it is death. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് മനുഷ്യന്റെ കണ്ണുകളിൽ ഒരു വഴി ചൊവ്വായിട്ട് തോന്നിയാലും അതിന്റെ അവസാനം മരണമാകുന്നു. God put him out of garden. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. And devil imprisoned him in the dark kingdom of darkness. അങ്ങനെ സാത്താൻ അവനെ അന്ധകാരത്തിന്റെ സാമ്രാജ്യത്തിൽ മനുഷ്യനെ ആക്കി കളഞ്ഞു. When we read Colossians chapter 1 verse 13, he has translated us, transformed us and brought us from the kingdom of darkness to the kingdom of the Son of His love. കൊലോസ്യർ 1:13 വായിക്കുമ്പോൾ
അന്ധകാരത്തിന്റെ ആ സാമ്രാജ്യത്തിൽ നിന്നും സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരുവാൻ ഇടയായി. So there is a kingdom of darkness existing here. അതുകൊണ്ട് അന്ധകാരത്തിന്റെ ഒരു സാമ്രാജ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. Through Jesus Christ there is a kingdom of light also existing here. കർത്താവിൽ കൂടെ ഒരു ലൈറ്റ് ഉള്ള അല്ലെ പ്രകാശമുള്ള ഒരു സാമ്രാജ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. These two kingdoms we cannot see with our naked human eyes. നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് ഈ രണ്ട് സാമ്രാജ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. But they are real, but they are spiritual. പക്ഷെ അത് യഥാർത്ഥമായിട്ടുള്ളതാകുന്നു, അത് ആത്മീയമായിട്ടുള്ളതാകുന്നു. These two kingdoms are spiritual kingdom. ഈ രണ്ട് സാമ്രാജ്യങ്ങളും ആത്മീയ തരത്തിലുള്ളതാകുന്നു. So Satan locked man in the kingdom of darkness. അങ്ങനെ സാത്താൻ മനുഷ്യനെ അന്ധകാരത്തിന്റെ സാമ്രാജ്യത്തിലാക്കി കളഞ്ഞു. What is there in the kingdom of darkness? ഈ അന്ധകാരത്തിന്റെ സാമ്രാജ്യത്തിൽ എന്താണുള്ളത്? Fear, അവിടെ ഭയമുണ്ട്, unhappiness, സന്തോഷമില്ലായ്മ, depression, അവിടെ സമാധാനമില്ലായ്മ, division, വ്യത്യാസങ്ങൾ, destruction, നാശം. whatever you name, it's there in the kingdom of darkness. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന എല്ലാം ഈ അന്ധകാരത്തിന്റെ സാമ്രാജ്യത്തിലുണ്ട്. None of this were there when man was in the Garden of Eden before he sinned. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യൻ ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. He had the opposite of everything what the kingdom of darkness can offer in the Garden of Eden. ഈ അന്ധകാരത്തിന്റെ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഏദൻ തോട്ടത്തിൽ ആയിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്നത്. Satan imprisoned him in the kingdom of darkness. അങ്ങനെ സാത്താൻ അവരെ ഈ അന്ധകാരത്തിന്റെ സാമ്രാജ്യത്തിൽ അവരാക്കി കളഞ്ഞു. He locked him inside. അവിടെ അവരെ ലോക്ക് ചെയ്ത് അകത്താക്കി. And Jesus died on the cross of Calvary. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. He went to the abode. He went to the lowest part of the earth. ഭൂമിയുടെ പാതാളത്തിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. He went to the lowest part of the earth. ഭൂമിയുടെ അധോഭാഗത്തിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. And released man from the lowest part. അങ്ങനെ മനുഷ്യനെ ആ പ്രദേശത്ത് നിന്ന് മനുഷ്യനെ അവൻ സ്വതന്ത്രനാക്കി വിട്ടു. Man was denied access to the presence of God for centuries. അങ്ങനെ മനുഷ്യന് അനേക നാളുകൾ ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെയിരുന്നു. He also went to the heavenly places. അങ്ങനെ മനുഷ്യൻ സ്വർഗീയമായ സ്ഥലത്തേക്ക് അവനെ എത്തിച്ചേരുവാൻ He went to the presence of his father. അവന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് അവൻ എത്തിച്ചേർന്നു. And through his body a door was opened to enter into the presence of Almighty God. അങ്ങനെ അവന്റെ ശരീരത്തിൽ കൂടെ ആ വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു അവസരം മനുഷ്യന് ലഭിച്ചു. And God gave him the key. അങ്ങനെ ദൈവം മനുഷ്യന് ആ ഒരു താക്കോൽ അവന് നൽകി. To release man from the prison of the kingdom of darkness. ഈ അന്ധകാരത്തിന്റെ സാമ്രാജ്യത്തിൽ നിന്നും മനുഷ്യനെ സ്വാതന്ത്ര്യം നൽകുവാൻ. And Jesus spoke to John. യേശു യോഹന്നാനോട് സംസാരിച്ചപ്പോൾ in the book of Revelation, വെളിപ്പാട് പുസ്തകത്തിൽ John, do not be afraid. അവിടെ പറഞ്ഞു, യോഹന്നാനെ നീ ഭയപ്പെടേണ്ട. I have the key. എന്റെ കയ്യിൽ താക്കോലുണ്ട്. I was dead. ഞാൻ മരിച്ചവനായിരുന്നു. But now I am no more dead. ഞാൻ ഇപ്പോൾ മരിച്ചവനല്ല. I am living. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നു. I have the keys. എന്റെ കയ്യിൽ താക്കോലുണ്ട്. This key has the power to bring people out of the prison of darkness. ഈ അന്ധകാര സാമ്രാജ്യത്തിൽ നിന്നും മനുഷ്യനെ പുറത്തു കൊണ്ടുവരാനുള്ള കഴിവ് അതിനുണ്ട്. Do we believe that we are not in the kingdom of darkness, but we are in the kingdom of light? നാം അന്ധകാരത്തിന്റെ സാമ്രാജ്യത്തിലല്ല, നാം പ്രകാശത്തിന്റെ സാമ്രാജ്യത്തിലായിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. Even when we are in the kingdom of light, do we truly enjoy the privileges that God has given us in the kingdom of light? നാം ഈ പ്രകാശത്തിന്റെ സാമ്രാജ്യത്തിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രകാശം നാം യഥാർത്ഥത്തിൽ നാം അത് അനുഭവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. You know, when Israelites, when they came to the bank of the Red Sea, അവര് ഇസ്രായേൽ മക്കൾ അവര് ഈ ചെങ്കടലിന്റെ തീരത്ത് അവർ വന്നപ്പോൾ there was the pillar of fire that was going before them. അവരുടെ മുമ്പിൽ അവർക്ക് ഒരു അഗ്നി കൊണ്ടുള്ള ഒരു അഗ്നി സ്തംഭം അവരുടെ മുമ്പിൽ കടന്നുപോയിരുന്നു. And this pillar of fire came behind them and made a division between Israelites and the Egyptians. ഈ അഗ്നിസ്തംഭം അവരുടെ പുറകിൽ കടന്നു വരികയും ഇസ്രായേൽ മക്കളുടെയും മിസ്രയീമിന്റെയും ഇടയിൽ ഒരു വളരെ വലിയൊരു അകൽച്ച ഉണ്ടാക്കുകയും ചെയ്തു. And the 14th chapter says the Egyptians were in darkness, but the Israelites were in light. 14-ാമത്തെ അധ്യായം പറയുന്നു,
മിസ്രയീമ്യർ അവർ അന്ധകാരത്തിലായി മാറുകയും ഇസ്രായേൽ മക്കൾക്ക് അപ്പോഴും വെളിച്ചമുണ്ടാവുകയും ചെയ്തു. They could not find each other. അവർക്ക് പരസ്പരം കാണുവാനായിട്ട് സാധിച്ചില്ല. They might be fighting each other. അവര് യുദ്ധം ചെയ്തിരുന്നിരിക്കാം. They were in full darkness. അവര് പൂർണ്ണമായും അന്ധകാരത്തിലായിരുന്നു. But the children of Israel, they were in light. പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് വെളിച്ചമുണ്ടായിരുന്നു. But even when they were in the light, അവര് വെളിച്ചത്തിലായിരുന്നപ്പോഴും there was something that was bothering them. അവർക്ക് ചില പ്രശ്നങ്ങൾ അപ്പോഴും അവരെ അലട്ടിയിരുന്നു. Fear. ഭയം. They were afraid of the Egyptians. അവര് ഈ മിസ്രയീമിനെ കുറിച്ച് അവർ അപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരുന്നു. Even when God was providing them protection and security and light, they were scared of the Egyptians. ദൈവം അവർക്ക് എല്ലാവിധമായ സംരക്ഷണവും നൽകിയപ്പോഴും അവരെ മിസ്രയീമിനെ അവർ ഭയപ്പെട്ടുകൊണ്ടിരുന്നു. Fear is a very dangerous thing. ഭയം എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. I'm not talking about people who are in the kingdom of darkness. I'm talking about people who are in the kingdom of light. ഈ അന്ധകാര സാമ്രാജ്യത്തിലായിരിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ഈ പ്രകാശത്തിലിരിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. Remember Joshua and the Israelites when they came at the bank of the river Jordan. There is something that Joshua chapter 5 verse 1 says. യോശുവയും ഇസ്രായേൽ മക്കളും ഒരു യോർദാൻ നദിയുടെ തീരത്ത് വന്നപ്പോൾ ഒരു പ്രത്യേക കാര്യം നമ്മുടെ 1-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നു. All the Canaanites, Moabites, all the Perizzites, Jebusites, they were scared of the people of God. കനാന്യരും മോവാബ്യരും പെരിസ്യരും അവരെല്ലാവരും ഈ യോശുവയുടെ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. Devil comes to steal, kill and destroy you because he is afraid of you. സാത്താൻ നിങ്ങളെ അറുപ്പാനും മുടിപ്പാനുമായിട്ട് കടന്നു വരുന്നതിന് കാരണം അവൻ നിങ്ങളെ ഭയപ്പെടുന്നു. He is scared that you will trample his head. കാരണം അവൻ ഭയപ്പെടുന്നു നിങ്ങൾ അവന്റെ തലയെ ചവിട്ടി മെതിക്കുമോ എന്ന്. He is already trembled, but he is scared that you will stop the devil's work in your life. അവന്റെ തലയെ കർത്താവ് പരാജയപ്പെടുത്തി നിങ്ങൾ വീണ്ടും അവന്റെ തലയെ പരാജയപ്പെടുത്തുമോ എന്ന് വിചാരിച്ച് അവൻ ഭയപ്പെടുന്നു. This morning I want to tell you, devil cannot destroy you. ഇന്ന് രാവിലെ നിങ്ങളോട് പറയട്ടെ, സാത്താൻ ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല. Devil cannot touch your life. സാത്താൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ തൊടുവാൻ സാധിക്കുകയില്ല. But you can allow devil to touch your life. നിങ്ങൾക്ക് വേണമെങ്കിൽ സാത്താന് പെർമിഷൻ നൽകാം. He comes through fear first. ആദ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭയമായിട്ട് കടന്നു വരുന്നു. When you are afraid, devil will overtake you. നിങ്ങൾ ഭയപ്പെടുമ്പോൾ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം. Even when you are in the light, he will put you in the under the kingdom of darkness. നിങ്ങൾ പ്രകാശത്തിലായിരിക്കുമ്പോൾ പോലും നിങ്ങളെ വേണമെങ്കിൽ സാത്താന് അന്ധകാരത്തിലേക്ക് കൊണ്ടുവരാം. Not seeing the truth that Jesus has revealed. കർത്താവ് നിങ്ങൾക്ക് കാണിച്ച സത്യം നിങ്ങൾ കാണാതിരിക്കുമ്പോൾ, not revealing the truth that Jesus has revealed. കർത്താവ് വെളിപ്പെടുത്തിയ ആ സത്യങ്ങൾ നിങ്ങൾ കാണാതിരിക്കുമ്പോൾ, we are blinded sometimes that we cannot see the truth. പലപ്പോഴും അന്ധകാരത്തിലായി പോകുന്നു സത്യം കാണുവാൻ സാധിക്കാതെ. Because the Bible says he is true. കാരണം ദൈവവചനം പറയുന്നു അവൻ സത്യവാനാകുന്നു. He is true. അവൻ സത്യവാൻ തന്നെ. And the truth is revealed in our life. ആ സത്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. But the truth is revealed in our life. ഈ സത്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, devil want to come and cover the truth. സാത്താൻ കടന്നു വന്ന് ആ സത്യത്തെ മറച്ചു കളയുവാനായിട്ട് ശ്രമിക്കുന്നു. So that we will not see the truth. അങ്ങനെ ചെയ്യുമ്പോൾ നാം ഒരിക്കലും ആ സത്യം കാണുവാൻ സാധിക്കാതെ വരുന്നു. The Bible says in Matthew chapter 16. ദൈവവചനത്തിൽ നാം വായിക്കുമ്പോൾ മത്തായി 16-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, when you read from verse 13, 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, Jesus asked his disciples. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. Who do you say that I am? ഞാൻ ആരാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു? Who do men say that I am? മറ്റുള്ളവർ ഞാൻ ആരാകുന്നു എന്ന് പറയുന്നു. The disciples said. ശിഷ്യന്മാർ പറഞ്ഞു. Some say John the Baptist. ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ എന്നും. Some say Elijah. മറ്റു ചിലർ ഏലിയാവ് എന്നും. Some say Jeremiah. മറ്റു ചിലർ യിരെമ്യാ പ്രവാചകൻ എന്നും. Some say other prophets. ചിലർ പറയുന്നു മറ്റു പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്നും. And Jesus stopped there and asked, Who do you say that I am? കർത്താവരോട് അവരെ ചോദിച്ചു, നിങ്ങൾ ഞാൻ ആരാകുന്നു എന്ന് പറയുന്നു. I don't care what other people are saying. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് എനിക്ക് കാര്യമല്ല. Who do you say that I am? ഞാൻ ആരാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. Simon Peter said. ശിമോൻ പത്രോസ് പറഞ്ഞു, You are the son of the living God. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ആയ ക്രിസ്തുവാകുന്നു. You are the son of the living God. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു. You are the son of the living God. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു. Then Jesus has replied. Then യേശു അവനോട് പറഞ്ഞു, Flesh and blood did not reveal this to you. ജഡരക്തങ്ങളല്ല ഇത് നിന്നോട് പറഞ്ഞത്. But my Father in heaven. സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവ് revealed this to you. അവനാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. It's the Holy Spirit that's revealed to you. പരിശുദ്ധാത്മാവാകുന്നു നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്.